ഹായ്, നമുക്കിന്ന് ചിക്കനും പൊറോട്ടയും യൂസ് ചെയ്തിട്ട് പൊറാട്ട റോള് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് നമുക്ക് ഇഫ്താറിന് അല്ലെങ്കിൽ പാർട്ടികൾക്കൊക്കെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ്. അപ്പം നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങളെൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എല്ലാ റെസിപ്പീസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണേ. ആദ്യം നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ്റെ ഫില്ലിങ് തയ്യാറാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 100 ഗ്രാം ചിക്കൻ ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് 30 മിനിറ്റ് നമുക്ക് മസാലയൊക്കെ പിടിച്ചു വരാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കുക. ഇവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഡീപ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട, നമുക്ക് ഇത്രയും എണ്ണ മാത്രം മതി. ഇനി സിമ്മിലോ മീഡിയത്തിലോ ഇട്ടതിന് ശേഷം ഇതൊന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയതിന് ശേഷം വീണ്ടും അടച്ചു വയ്ക്കുക. ഈ ചിക്കൻ കംപ്ലീറ്റ് വെന്തുവരെയും വേണം, നല്ല മുരിഞ്ഞ് കിട്ടുകയും വേണം. ചെറിയ പീസസ് ആയിട്ട് മുറിച്ചിട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അധികം ടൈം എടുക്കില്ല വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം ചിക്കൻ മുരിഞ്ഞു വന്നിട്ടുണ്ട്. നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള പൊറോട്ട ചുട്ടെടുക്കാം. പൊറോട്ട തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് ഞാനിപ്പോൾ കാണിച്ചിട്ടില്ല. പക്ഷെ മുന്നേ ചപ്പാത്തി പലവയിൽ എങ്ങനെ ഈസി ആയിട്ട് പൊറോട്ട ഉണ്ടാക്കിയെടുക്കാമെന്ന് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് മുരിഞ്ഞു വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. തന്നെ താഴ്ഭാഗവും ആക്കിയെടുക്കാം. ഇതുപോലെ എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കണം. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കി എടുക്കുക. അതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ ഒട്ടും പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ മയണൈസ് ചേർത്ത് കൊടുക്കാം. പുളിയുള്ള തൈര് ഉള്ളെങ്കിൽ തൈര് ചേർക്കേണ്ട, അതിന് പകരം 3 ടേബിൾ സ്പൂണോളം മയണൈസ് മാത്രം എടുത്താൽ മതി. ഇനി ഇതിലോട്ട് 2 നുള്ള ജീരകപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആദ്യം മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണ്ട. അപ്പം നമ്മുടെ സോസ് തയ്യാറായിട്ടുണ്ട്. അപ്പം ഇങ്ങനെ തന്നെ സോസ് ഉണ്ടാക്കി കൊടുക്കണമെന്നൊന്നുമില്ല. അതിന് പകരം മയണൈസ് മാത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് വയ്ക്കാം. ഇനി ഓരോ പൊറോട്ട എടുത്തിട്ട് നമുക്ക് ഈ സോസ് അതിലോട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുക. സോസ് തേച്ചതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഇതിലോട്ട് നൈസായിട്ട് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. വെള്ള സവാള ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം. നമ്മുടെ ചിക്കൻ റോൾ തയ്യാറായിട്ടുണ്ട്. നല്ല എളുപ്പമല്ലേ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. അപ്പോൾ ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഫ്രണ്ട്സിന് റിലേറ്റീവ്സിനൊക്കെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.